ഡീകോഡിങ് യുവർ ഇമോഷൻസ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഓരോ ഇമോഷൻസിനെ മനസ്സിലാക്കി ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ലൈഫിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്ന ഇമോഷൻ ജെലസി. ഓക്കെ, സോ ഈ ഒരു ജെലസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പേര് പറയുന്നതാണ് അവരുടെ അസൂയ കാരണമാണ് എനിക്ക് കണ്ണു കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന വികാരങ്ങൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. 2 പേര് എടുക്കുക, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഒരാളുടെ പേര് ശ്രുതി, മറ്റൊരാളുടെ പേര് ലയ. ഓക്കെ, സോ ഇവർ 2 പേരും +2 എക്സാമിനേഷൻ ഒന്നിച്ച് എഴുതിയതാണ്. ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് എഴുതിയവരാണ്. റിസൾട്ട് വന്ന സമയത്ത് ശ്രുതിക്ക് ജസ്റ്റ് ഒരു പാസ് മാർക്കാണ് ഉള്ളത്. അതേസമയം ലയ ഷീ ഗോട്ട് 95% സ്കോർ. സോ ഈ ഒരു സമയം സ്വാഭാവികമായിട്ടും ശ്രുതിക്ക് ലയയോട് ഒരു ജലസി ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ശ്രുതിക്ക് 95% ഇല്ലെങ്കിൽ പോലും ഒരു 80% എങ്കിലും വരെ സ്കോർ ചെയ്യാനുള്ള ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ കഴിവിനെ ഉപയോഗിക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അവിടെ ശ്രുതിക്ക് ലയയോട് ജലസി ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ലയ ഹാർഡ് വർക്ക് ചെയ്തു, അതേസമയം ശ്രുതി ഹാർഡ് വർക്ക് ചെയ്തില്ല. സോ ശ്രുതിയുടെ സോൾ കൊടുക്കുന്ന ഒരു മെസ്സേജാണ്, നിനക്ക് അവിടെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, എന്നാൽ നീ അവിടെ വരെ എത്തിയിട്ടില്ല. സോ ഇത് ആക്ച്വലി നമ്മളുടെ തന്നെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു ട്രിഗറാണ് വന്നിട്ടുള്ളത്. സോ ഇത് ജലസി ഇൻസ്പിറേഷൻ ആക്കി എടുത്തുകൊണ്ട് ഇനി അടുത്തൊരു തവണ എന്ത് എക്സാമിനാണ് ഞാൻ പോകുന്നത് അവിടെ എനിക്ക് അത്രയും സ്കോർ ചെയ്യുന്ന രീതിയിൽ ഞാൻ പഠിക്കും എന്നുള്ള ഒരു റിമൈൻഡറാണ് ശ്രുതിക്ക് വന്നിട്ടുള്ള ജലസി ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ശ്രുതിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ ആണ് 58% എങ്കിൽ ശ്രുതിക്ക് ഒരിക്കലും ലയയോട് അസൂയ ഉണ്ടായില്ല. കാരണം ശ്രുതിയുടെ സോള് തന്നെ അഡ്മിറ്റ് ചെയ്യാണ്, യു ഡിഡ് യുവർ വർക്ക്, യു ഡിഡ് യുവർ ഹാർഡ് വർക്ക്, ഇതാണ് നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പൊട്ടൻഷ്യൽ, നീ അതിൻ്റെ മാക്സിമം നേടിയെടുത്തിട്ടുണ്ട്. സോ യു ഡിസേർവ് ആൻ അപ്ലോസ് എന്നുള്ളത് ശ്രുതിയുടെ സോൾ പറയാൻ തുടങ്ങും. പക്ഷെ ഇവിടെ ആ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഈ ജലസി വന്നിട്ടുള്ളത്. എന്നാൽ ഇത് ലയയ്ക്ക് ഈ ജലസി എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് പാർട്ട് 2 കാണാം.